ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം പ്രൊജക്റ്റ് അത് ക്ലബ്ബുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നായിരുന്നു ആ വീഡിയോ. മാർക്കസ് മെർഗുലാവയായിരുന്നു അക്കാര്യം പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഒരു ഓപ്പൺ മോഡലാണ് പുതിയ ലീഗിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ്, പ്ലാനാണ്. ഫെഡറേഷന്റെ പുതിയ ഭരണഘടനയിൽ പ്രമോഷനും റെലഗേഷനും നിർബന്ധമാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലീഗിലും പ്രമോഷനും റെലഗേഷനും ഉണ്ടായിരിക്കും. പക്ഷെ അക്കാര്യത്തിൽ മാത്രമാണ് ക്ലബ്ബുകൾക്ക് ഒരു എതിർപ്പ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ റെലഗേഷൻ പാടില്ല എന്നുള്ളത് ക്ലബ്ബുകൾ ഒരുപാട് കാലമായി അറിയിക്കുന്ന ഒരു കാര്യമാണ്. FSDL അതിനെ നേരത്തെ എതിർത്തിരുന്നു. ഇനി റെലഗേഷൻ ചെയ്യപ്പെടുന്ന ടീമുകൾക്ക് ഒരു തുക നൽകുന്ന ഒരു സമ്പ്രദായം അത് എല്ലാ ലീഗിലും ഉണ്ട്. പാരച്യൂട്ട് പേയ്മെന്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുക. ഇത് വരുന്ന ലീഗിലും ഉണ്ടായിരിക്കും. അതായത് റെലഗേറ്റ് ചെയ്യപ്പെടുന്ന ടീമുകൾക്ക് ഫെഡറേഷൻ പാരച്യൂട്ട് പേയ്മെന്റ്സ് നൽകപ്പെടും എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് റവന്യൂ ഷെയറിങ് തന്നെയാണ്. അതായത് ഈ ലീഗിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% വരുമാനവും ക്ലബ്ബുകൾക്ക് അവകാശപ്പെട്ട ഒന്നാണ്. അതായത് 50% ഓഹരിയാണ് ക്ലബ്ബുകൾക്ക് ലഭിക്കുക. ലീഗിന് ഒരു കൊമേഴ്ഷ്യൽ പാർട്ണർ ഉണ്ടായിരിക്കും. 30% റവന്യൂ ആണ് കൊമേഴ്ഷ്യൽ പാർട്ണർക്ക് ലഭിക്കുക. 10% ഫെഡറേഷന് ലഭിക്കും. ബാക്കി വരുന്ന 10% അത് പ്രിഫറൻഷ്യൽ റവന്യൂ ഷെയർ ആയിരിക്കും. ഇനി ലീഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോ വർഷവും ഓരോ കോടി രൂപ വീതം ക്ലബ്ബുകൾ നൽകേണ്ടതുണ്ട്. ക്ലബ്ബുകൾ ഇത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മോഡലാണ് ക്ലബ്ബുകളും അതുപോലെ തന്നെ നേരത്തെ കൊമേഴ്ഷ്യൽ പാർട്ണർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്ന FSDL ആഗ്രഹിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന 29-ാം തീയതി നടക്കുന്ന മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അത് ക്ലബ്ബുകൾ അറിയിക്കുക. അവർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ 29-ാം തീയതി തന്നെ ഫെഡറേഷൻ ലീഗിന്റെ തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇതൊരു ശുഭസൂചനയാണ്. പക്ഷേ ക്ലബ്ബുകൾ ഇത് അംഗീകരിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അവിടെ റെലഗേഷനും പ്രമോഷനും ഒക്കെയുണ്ട്. അത് ഒരു തടസ്സമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ 50% റവന്യൂ ഷെയറിങ് അത് ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.